കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. ഷംനാഥ്, ഇർഷാദ് എന്നിവരാണ് പിടിയിലായത്. കൊല്ലത്ത് നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർ ദേശാഭിമാനി റോഡിൽ വെച്ച് സംഭവമുണ്ടായത്. എറണാകുളം നോർത്ത് സ്റ്റേഷൻ ASI PN സന്തോഷിനെയാണ് വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ബോണറ്റിലേക്ക് വീണ സന്തോഷുമായി കാർ 20 മീറ്റർ മുന്നോട്ട് പാഞ്ഞു. തുടർന്ന് സഡൻ ബ്രേക്ക് ഇട്ടതോടെ ASI റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ പ്രതികൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു. വാർത്തയിലേക്കാണ്. ജുഡീഷ്യറിയിലെ അഴിമതി പാഠ്യഭാഗമായി ഉൾപ്പെടുത്തിയ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം സുപ്രീം കോടതി നിരോധിച്ചു. പാഠപുസ്തകങ്ങൾ പിടിച്ചെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. പാഠപുസ്തകങ്ങൾ പിടിച്ചെടുത്ത നടപടി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കണം. ജുഡീഷ്യറിയെ അഴിമതി പാഠ്യവിഷയമാക്കിയതിൽ NCERT നിരുപാധികം മാപ്പ് അപേക്ഷിച്ചെങ്കിലും കോടതി വഴങ്ങിയില്ല. ഇതിന് പിന്നിൽ ആഴത്തിലുള്ള ഗൂഢാലോചനയുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചു. മാധ്യമ വാർത്തകളെ തുടർന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ അടക്കമുള്ളവരാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് സ്വമേധയാ എടുത്ത കേസിലാണ് കോടതി പാഠപുസ്തകം നിരോധിച്ചത്. ജുഡീഷ്യറിയിലെ അഴിമതി പാഠ്യഭാഗമായി ഉൾപ്പെടുത്തിയ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇപ്പോൾ സുപ്രീം കോടതി നിരോധിച്ചിരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ പിടിച്ചെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ പിടിച്ചെടുത്ത നടപടി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. ജുഡീഷ്യറിയെ അഴിമതി പാഠ്യ വിഷയമാക്കിയതിൽ NCERT നിരുപാധികം മാപ്പ് അപേക്ഷിച്ചിരുന്നു. എന്നാൽ കോടതി ഇതിന് വഴങ്ങിയില്ല. ഇതിന് പിന്നിൽ ആഴത്തിലുള്ള ഗൂഢാലോചനയുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചത്. മാധ്യമ വാർത്തകളെ തുടർന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ അടക്കമുള്ളവരാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് സ്വമേധയാ എടുത്ത കേസിലാണ് കോടതി പാഠപുസ്തകം നിരോധിച്ചത്.